കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയുടെ പടിഞ്ഞാറേ വശത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അമ്പലപ്പുഴ. അമ്പലപ്പുഴ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അമ്പലപ്പുഴ ക്ഷേത്രവും അവിടുത്തെ പാൽപ്പായസവുമാണ്. അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പ്രാചീന കവി കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ച മിഴാവ് നമുക്ക് കാണാൻ സാധിക്കും. അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ വശത്ത് നമുക്കൊരാൽത്തറ കാണാം. ഈ ആൽത്തറയുടെ പ്രത്യേകത എന്തെന്നാൽ ആലും മാവും ഒരുമിച്ചു ചേർന്ന് ഒരൊറ്റ മരമായി വളർന്നു നിൽക്കുകയാണ്. ചരിത്രവും ഐതിഹ്യവും നിറഞ്ഞ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ. പാർത്ഥസാരഥി സങ്കല്പത്തിൽ ഇടതുകൈയിൽ പാഞ്ചജന്യവും വലതുകൈയിൽ ചമ്മട്ടിയുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ലോകപ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. പാണ്ഡവരും കൗരവരുമായുള്ള യുദ്ധത്തിൽ കൗരവരെയാണ് വേലകളിയിൽ കാണാൻ കഴിയുന്നത്. വലതുകൈയിൽ ഉടവാളും ഇടതുകൈയിൽ പടച്ചട്ടയും വർണ്ണപ്പകിട്ടാർന്ന തലപ്പാവും കെട്ടിയാണ് വേലകളിക്കാർ നൃത്തമാടുന്നത്. പഴയ നാട്ടുരാജ്യമായ ചെമ്പകശ്ശേരിയിലെ രാജാവായ ദേവനാരായണനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമെന്തെന്നാൽ ചെമ്പകശ്ശേരി രാജാവ് സ്വാമിയാരുമൊത്ത് വള്ളത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാടിനിടയിൽ നിന്ന് കർണാനന്ദകരമായ ഒരു ഓടക്കുഴൽനാദം കേട്ടു. എന്നാൽ അവിടെ ചെന്നപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് കണ്ണൻ്റെ ഓടക്കുഴൽനാദമാണെന്നും ഇവിടെ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കണമെന്നും സ്വാമിയാർ പറഞ്ഞു. അമ്പലപ്പുഴ അമ്പലത്തിലെ പ്രതിഷ്ഠയെക്കുറിച്ചും ഐതിഹ്യമുണ്ട്. പ്രതിഷ്ഠ ഉറയ്ക്കാത്ത സമയത്ത് നാറാണത്തു ഭ്രാന്തൻ അതുവഴി വന്നു. തന്ത്രിമാർ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. ഉടനെ അദ്ദേഹം കയ്യിലിരുന്ന മീൻ ശ്രീകോവിലിന് പുറത്തു വെച്ചിട്ട് വായിൽ കിടന്നിരുന്ന താമ്പൂലത്താൽ പ്രതിഷ്ഠ ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ ആദ്യം അറിയപ്പെട്ടിരുന്നത് താമ്പൂലപ്പുഴ എന്നായിരുന്നു. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ സവിശേഷമായ രുചിക്ക് കാരണം ക്ഷേത്രാങ്കണത്തിൽ തന്നെയുള്ള മണിക്കിണറിലെ ജലമാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ നാടകശാല സദ്യയും വളരെ പ്രശസ്തമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു കുട്ടിയായി വന്ന് സദ്യയ്ക്ക് നെയ്യ് വിളമ്പുന്നു എന്നാണ് ഐതിഹ്യം. ഈ കാലഘട്ടത്തിലും നാടകശാലയും ചുറ്റുമുള്ള കെട്ടിടങ്ങളും പഴയ പ്രൗഢിയോടുകൂടി അമ്പലപ്പുഴയിൽ നിലനിൽക്കുന്നു.